ഇത് കണ്ട കരിങ്കല്ലാണ്. അടുത്തത് ഇതൊരു കിണ്ടിയ. കിണ്ടി. ഇത് കരിങ്കല്ലിൽ ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല. ഇത് കണ്ട നമുക്ക് ഒരു എന്താന്ന് തോന്നുന്നില്ല, പക്ഷെ ഇനി പറയുമ്പോഴാണ് അതിന്റെ ഒരു ഇത് മനസ്സിലാകുന്നത്. അതൊന്ന് ഊതി നോക്കാം. ഓക്കെ, ഊതിക്കും. ഈ കരിങ്കല്ലൊക്കെ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ബാലകൃഷ്ണൻ ആചാരി, ബാലു ശില്പി എന്ന് പറയും, അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിരവധി സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കൗതുകമുള്ളത്, ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ബാലുശില്പി നമസ്കാരം. നമ്മൾ ബാലുചേട്ടനാണ് വിളിക്കുന്നത്. അപ്പൊ ഈ കരിങ്കല്ല് കൊണ്ടാണ് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയത്. നമുക്ക് എല്ലാം ഒന്ന് കാണിച്ചാലോ ഓരോന്നൊക്കെ? തീർച്ചയായിട്ടും. ഇതിപ്പോ പെട്ടെന്ന് കണ്ടാൽ നമുക്കൊന്നും തോന്നൂല, പക്ഷേ ശരിക്കുള്ള സംഭവത്തെ അടുത്ത് വരുമ്പോൾ മനസ്സിലാവും അല്ലേ? ഇത് ഒറ്റ കല്ലില് തീർത്ത ശില്പമാണ്, കരിങ്കല്ലില്. അത് ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ അറിയാം, ഇതൊന്നും ഒരു ജോയിന്റോ ഒന്നുമില്ല, ഒറ്റ കല്ലില് പണിഞ്ഞെടുത്ത്. ഇതിൽ ആദ്യം ഏതാ പണിഞ്ഞത്? ഇതാണ് ആദ്യം പണിഞ്ഞത്. അല്ല, ഇതിൽ ഏത് ഭാഗം ആദ്യം പണിഞ്ഞത്? ആദ്യം ഗണപതിയെ പണി. ഗണപതിയെ പണിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ടെക്നിക്ക് പറഞ്ഞുകൂടാത്ത എങ്കിലും ഗണപതിയെ പണിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ അത് ചങ്ങലയാക്കിയത്. ഇത് തൂക്കിയിടാൻ സൈസിലാണ് ചെയ്തേക്കുന്നത്. ഇത് 27 യവം ഉയരമുള്ള ഗണപതിയുടെ സാമാന്യം നിൽക്കുന്ന അതിന്റെ പഞ്ചതാലത്തിലുള്ള വിധി അനുസരിച്ച് ചെയ്തേക്കുന്ന ഒരു വിഗ്രഹമാണ്. വിഗ്രഹം എന്ന് പറയുന്നത് വിഗ്രഹമാണ്. ഈ വിഗ്രഹം ഈ ചങ്ങലയിൽ ചേർക്കാൻ കഴിയുന്ന ചങ്ങലകൾ ഓരോ അമ്പലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചങ്ങലയിൽ തൂക്കിയിട്ട ഒരു വിഗ്രഹം ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു കൗതുകം വിചാരിച്ചുകൊണ്ടാണ് ചങ്ങലയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു വിഗ്രഹം എന്ന രീതിയിൽ ഗണപതിയുടെ വിഗ്രഹം ആദ്യം തുടങ്ങിയത്. ഇത് ലോക്ക്ഡൌൺ ടൈമിൽ നമ്മൾ ചെയ്തു തുടങ്ങിയതാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും കൗതുകം എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റക്കല്ലിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അടുത്തതാണ് ഇത് കണ്ട നമുക്ക് ഒരു എന്താന്ന് തോന്നുന്നില്ല, പക്ഷെ ഇനി പറയുമ്പോഴാണ് അതിന്റെ ഒരു ഇത് മനസ്സിലാകുന്നത്. ചേട്ടാ എന്താണ് സംഭവം? ഇത് പറയാം. ഇതിന്റെ പീഠമാണ്. ഇത് മാറ്റി വെച്ചു. ഇത് 3 ഇഞ്ച് മാത്രം വട്ടമുള്ള ഒരു ബോളാണ്. ബോള് ഇതിന്റെ പുറത്ത് നിശാഗന്ധിയുടെ ഇതളുകൾ ഒരു ചുറ്റി ഇരുന്നാൽ എങ്ങനെ ഇരിക്കും, ആ ഇല ചുറ്റി ഇരുന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു ബോളാണ് ചെയ്തത്. പക്ഷെ ഈ ബോളിനകത്ത് ഇത് 1 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഒരു ഹോളാണ്. ഈ 1 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഹോളിനകത്ത് 1.5 ഇഞ്ച് വലിപ്പമുള്ള 2 സൈഡിലും അഷ്ടദളങ്ങൾ അടിച്ച 2 സൈഡിലും ഉണ്ട്. ഈ 2 സൈഡിലും അഷ്ടദളങ്ങൾ കൊത്തിയ ഒരു ബോൾ അകത്ത് കിടപ്പുണ്ട്. ഇതിനകത്ത് എടുക്കാൻ ഒക്കത്തില്ല. ഇത് പണ്ട് വ്യാളിയുടെ വായിലൊക്കെ ചെയ്തിട്ടുള്ള ശില്പങ്ങളുടെ ഒരു അനുസ്മരണം എന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ബോള് ഇതിനകത്തൊന്നും എടുക്കാനൊക്കത്തില്ല. ഇതിനകത്ത് ഇട്ടതാണോ, പണിഞ്ഞിട്ടിട്ടതാണോ, അതോ ഇതിനകത്ത് ഇട്ട് പണിഞ്ഞതാണോ, ഇതാണ് ഞാൻ നിങ്ങളെ സന്ദേഹപ്പെടുത്തുന്നത്. അത് നമ്മള് ഇത് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. പക്ഷേ നമുക്ക് മനസ്സിലായത് അത് അതിന്റെ ഉള്ളിലിട്ട് പണിഞ്ഞെന്നാണ് നമ്മുടെ ഒരു. അങ്ങനെയാണെങ്കിൽ ആ ഇത് ഇതിനകത്ത് ചെല്ലുമോ? മനസ്സിലായി. ഇത്തരത്തിലുള്ള കൊത്തുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഡീപ്പായിട്ട് ഇത് കൊത്തിയിട്ടുണ്ട്. അത് കാണുന്നവര് പറയട്ടല്ലേ? അതെ. ഓക്കെ. അടുത്തത് അതുപോലെ തന്നെ വേറൊരു വലിയ ഇതുണ്ടല്ലോ. ഇത് 5 ഇഞ്ച് വലിപ്പമുള്ള ഒരു കല്ലാണ്. ഈ കല്ലിനകത്ത് ഇത് ഒരു ഒറ്റക്കല്ലാണിത്. ഇത് ഒരു ചതുരക്കല്ലിനെ എടുത്ത് നമ്മൾ ബോളാക്കി അതിനകത്ത് ഇതിൻ്റെ അടിയിലൊരു സാധാരണ പീഠം പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു ചെറിയ ഒരു 4 ഇതളോട് കൂടി ഒരു പൂ എന്ന സങ്കല്പത്തിലൊരു സാധനം ഇട്ടിട്ടുണ്ട്. അതും പുറത്തേക്ക് വരില്ല. അത് വരത്തില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റാൻഡിനകത്തിരിക്കുന്ന ഈ ബോളിനകത്ത് ഇത് 1.25 ഇഞ്ച് വട്ടമുണ്ട്. ഈ വട്ടം ഇതിനകത്ത് 1.5 ഇഞ്ചിന്റെ 2 ബോളുകൾ കിടപ്പുണ്ട്. ഈ 2 ബോളുകളും 2 ഡിസൈനിലാണ് പണിഞ്ഞിരിക്കുന്നത്. അതായത് നോക്കിക്കോളൂ. അതായത് ഒരു ബോള് ദണ്ടി നമ്മുടെ കൊടംപുളിയുടെ ടൈപ്പിലാണ് ചെയ്തേക്കുന്നത്. ഉണ്ടോ? കൊടംപുളിയുടെ ടൈപ്പിലാണ് ഒരു ബോൾ ചെയ്തേക്കുന്നത്. അടുത്ത ബോൾ ചെയ്തേക്കുന്നത് അഷ്ടദളങ്ങളോട് കൂടിയ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇത് പുറത്തേക്ക് വരില്ല. ഇത് പുറത്തെടുക്കാൻ പറ്റില്ല. ഇത് പുറത്തേക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇത് ഒറ്റ കല്ലാണ്, ജോയിന്റ് ഇല്ല. അതാണ് അങ്ങനെയാണ് ഇത് ചെയ്തത്. അപ്പൊ ഇത് ഇതിന്റെ പ്രത്യേകത ഈ ഹോളിനകത്ത് ഒരേ വലിപ്പത്തിലുള്ള 2 ബോളുകൾ വളരെ വൃത്തിയായ രീതിയിൽ വളരെ ഭംഗിയായി കലാകാരൻ വളരെ ഭംഗിയായിട്ട് ഇതിനകത്ത് എങ്ങനെ ഇത് പണിയും. അതാണ് അടുത്ത ചോദ്യം. കാണുന്നവർക്കുള്ള ചോദ്യം. അതെ. അടുത്തത് ഇതൊരു കിണ്ടി. നമുക്ക് ഒരു 3/4 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കിണ്ടിയാണ്. ഇത് ഈ തല ഇതിനകത്ത് ബന്ധിക്കാൻ വേണ്ടി മാത്രം ഒരു പൂവിന്റെ ഡിസൈൻ ഇങ്ങനെ കൊടുത്തു ബന്ധിച്ചു. പക്ഷെ ഇതിനകത്തൊരു പ്രത്യേകത, ഇത്
ഒരു ഈർക്കിലിട്ട് നോക്കിയാൽ ഈ തുള ഇങ്ങനെ വളഞ്ഞാണ് വന്നേക്കുന്നത്. ആ കല്ലിനകത്തൊരു തുള എങ്ങനെ വളച്ച് പണിഞ്ഞു, ഇതാണ് ഇതിനകത്തെ കൗതുകം. അതാണ് അതിനകത്തെ കൗതുകം. കാരണം ഈ തുള ഒരിക്കലും ഇങ്ങനെ നേരെ വന്നാൽ ഇത് അങ്ങ് പോത്തേ ഉള്ളൂ. ആ ഇതിങ്ങനെ ഇങ്ങനെ വളഞ്ഞു വന്നാൽ ഇതെങ്ങനെയാണ് കല്ലിനകത്ത് ഈ തുള വളച്ച് പണിഞ്ഞേക്കുന്നത്. ഇതിനകത്തൊരു വെള്ളം വേണമെങ്കിൽ എടുത്തൊഴിച്ച് കാണിക്കാം. ചേട്ടാ വെള്ളം ഉണ്ടോ? ആ വെള്ളമുണ്ട്. ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഒഴിക്കുക. കണ്ടില്ലേ? ആ അകത്ത് ഇങ്ങനെ പോരും വെള്ളം. ഇതിഞ്ഞ് പോരും. ഹോളുണ്ട്, അങ്ങനെയും പോരും. ഇങ്ങനെ പോരും. അപ്പോൾ ഇങ്ങനെ ഈ വെള്ളം ഈ രീതിയിൽ കൂടെ വരും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനത്തിൽ ഈ വളവ് നിങ്ങൾ ആലോചിച്ച് വേണം. ഈ വളവ് ഇങ്ങനെ വരാതെ ഇതിനകത്ത് നോക്കിക്കും. ഒരു കാരണവശാലും ഇതിനകത്ത് നേരെ തുള വരില്ല. ഈർക്കിൽ നമുക്കൊന്ന് ഇട്ട് നോക്കാം. വേണ്ട നോക്കി കാണാം. ഇങ്ങോട്ട് ഇതുണ്ടോ, ഇതിങ്ങനെ വളഞ്ഞാണ് വരുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. ഇതിനകത്ത് ഇതെങ്ങനെ വളച്ചു പണിഞ്ഞു ഇതിനകത്ത്. അന്ന് വെച്ചാൽ ഇത് ഒറ്റക്കല്ല്. ഇതൊക്കെ ഒറ്റക്കല്ല്. ഒറ്റക്കല്ലിനകത്ത് ഈ തുള ഇങ്ങനെ കൊണ്ടുവന്ന് ഇതെങ്ങനെ വളച്ച് ഇതിന്റെ ഈ വലിയ ഇതിൽ വന്ന് അതാണ് അടുത്ത ചോദ്യം. അപ്പൊ എല്ലാം കാണുന്നവർക്കുള്ള ചോദ്യങ്ങളാണ് ഈ വരുന്നത്. അടുത്ത എന്താണ് അടുത്തത് നമ്മുടെ ശംഖാണ്. ശംഖ് അതായത് കല്ലിനകത്ത് ഇന്ന് വരെ ആരും ശംഖ് ചെയ്തിട്ടില്ല. ശംഖ് ഒരു പക്ഷേ ഒരു പുറമേ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇത് നാദം വരുന്നതാണ്. ഓങ്കാര ശബ്ദം പുറപ്പെടുവിക്കുന്ന ശംഖാണ്. ഇതിനെ ഈ രീതിയിലാണ് ഇതിനെ തുളച്ചേക്കുന്നത്. അത് ഇങ്ങനെ വളച്ചാണ്. ആ ഈർക്കിൽ തന്നെ എടുത്താൽ കാണാം. ഈ തുള ഇങ്ങനെ വളച്ചാണ് തുളച്ചേക്കുന്നത്. മനസ്സിലായി? ഈ തുള അങ്ങനെ വളച്ച് പണിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനെ ശബ്ദം വരത്തുള്ളൂ. അപ്പൊ ഇതെങ്ങനെ പണിഞ്ഞു, ഇതാണ് ഇതിനകത്ത്. ഇന്ന് ഇത് ശംഖ് പുറമേ നമുക്ക് എങ്ങനെയും പണിയാം. പക്ഷെ ഇതിനകത്ത് നാദം ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഇതിനകത്ത് ഈ ശബ്ദത്തെ കറക്റ്റായിട്ട് ഓം എന്നാക്കാനായിട്ട് ഇതെങ്ങനെയാണ് ചെയ്തത്, അതാണ് ഇതിനകത്തെ കൗതുകം. മനസ്സിലായി? ഇത് വളരെ കറക്റ്റായിട്ട് ശബ്ദം കിട്ടുന്ന ഒരു ശംഖാണ് അത്. ഇതിനകത്ത് ഊതിയാൽ വളരെ കറക്റ്റ് എന്നുള്ള ആ മുഴക്കം ശരിക്കും കിട്ടും. ഇത് ഞാൻ ഇത് നല്ല പക്ക. ഇത് ഒറ്റക്കല്ലല്ലേ? ഒറ്റക്കല്ല. ഇത് കല്ലിനകത്ത് ഇങ്ങനെ വളച്ച് തുളയ്ക്കുന്നു എന്നുള്ളതാണ്. ഇത് പണ്ടൊക്കെ ഈ പലതരം അങ്ങാടി മരുന്നുകൾ ഉപയോഗിച്ച് കല്ലിനകത്ത് നമുക്ക് തുളച്ചെടുക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതെങ്ങനെ തുളയ്ക്കും എന്നുള്ളതാണ് ഇതിനകത്ത് കൗതുകം. ഓക്കെ. അപ്പൊ അതെ ബാലുച്ചേട്ടന്റെ മോൻ ഉദയനാഥ് ഊതി നോക്കാം. ഓക്കെ, ഊതിക്കും. അപ്പൊ അതെ അടുത്തൊരു കൗതുകം. ഇത് കരിങ്കല്ലിൽ ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഈ വർക്കുകളൊന്നും ആരും ചെയ്തിട്ടില്ല. എങ്കിലും ഇതൊരു പേനയാണ്. കരിങ്കല്ല് തീർത്ത പേന. ഇത് മഷി ഒഴിച്ചെഴുതുന്ന പേനയാണ്. എഴുതിയാൽ തെളിയും. ഇപ്പൊ മഷിയില്ല ഇതിനകത്ത്. മഷിയില്ല. ഇങ്ങനെ എഴുതിയില്ല. ഇനി ഇതിനകത്ത് മഷി ഒഴിക്കാം. ഇതുണ്ടോ? ഇതിനകത്ത് മഷി ഒഴിച്ചിട്ട് ഈ ഒഴിച്ച മഷി നമുക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് പുറത്തേക്ക് വരത്തില്ല. പിന്നെ കല്ലിന്റെ ചെറിയൊരു ഇത് കാണുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല. ഇത് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന. പിന്നെ മഷി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിർത്തി വെച്ചു. ആരെങ്കിലും വരുമ്പോൾ നമ്മൾ എഴുതി കാണിക്കുക. ഇതുപോലെ ഇങ്ങനെ കയറ്റി വെച്ച് ഇങ്ങനെ ഇതിനകത്ത് കയറ്റി നമുക്കിത് ലോക്ക് ചെയ്യാം. അതായത് ഇവിടെ ഒരു ചെറിയ ലോക്കാ. തിരിച്ചു കഴിഞ്ഞാൽ കരിങ്കല്ല് കൊണ്ടുള്ള പേന റെഡി. അതാണ് അതിന്റെ കൗതുകം. പേന ഇത്. പക്ഷെ ഇതിന് ഉപയോഗിച്ച നിബും ടങ്ങും ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇനി ചെയ്യുന്ന ഒരു സാധനത്തിന് ഈ കല്ല് തന്നെ ആയിരിക്കും നിബായിട്ട് ഉപയോഗിക്കുന്നത്. കല്ലിന് ചെയ്യാൻ പോവാണ്. ഇനി ചെയ്യുമ്പോൾ നിബ് കല്ല് തന്നെ ആയിട്ട്. ശരി. ഇതൊരു സിമ്പിൾ ഒരു കുഴല്. ഇതൊരു സാധാരണ കല്ലാണ്. ഈ കല്ല് കണ്ടാലൊരു സ്റ്റിക്ക് പോലെ വടി പോലെ ഇരിക്കാം. പക്ഷെ ഇത് നമ്മള് ഓടക്കുഴലായിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ കല്ലിനകത്ത് ഇത് പക്ഷെ പലരും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഹോളിന് അനുയോജ്യമായ രീതിയിൽ സാരി ഗ മ പ ധാനി ആ ഒരു ശരിക്കും സ്വരത്തിലാണ് ചെയ്തേക്കുന്നത്. ഇത് വായിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഊതിയ ശബ്ദം കേൾക്കും. അറിയാവുന്നൊരു വായിക്കണമെന്ന് മാത്രം. ക്രിയേറ്റീവ് വർക്കുകൾ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് നേരത്തെ അറിയാം. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാകുന്ന തൂണുകൾ അതുപോലുള്ള ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഭാരതത്തിലെ പണ്ട് ഞങ്ങളുടെ പൂർവികരായ ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ള രീതിയിലുള്ള മഹത് ശില്പകലകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്ന് ഒരു കാരണവശാലും ഇത് സമ്മതിക്കത്തില്ല. കാരണം എന്താ പറയുക, ഇത് പൈസ ഒരുപാടാവുന്ന പരിപാടികളാണ്. ഇത് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തിന് വിലയും ചിന്തയുടെ വിലയും സർഗശക്തിയുടെ ഒക്കെ വില കൊടുക്കാൻ ഇന്ന് ആർക്കും തയ്യാറല്ല. എല്ലാവരും കൂലിപ്പണി എന്ന രീതിയിലേക്ക് തരം താന്നു പോയി. അപ്പോൾ ആ കൂലിപ്പണിയുടെ വിഭാഗത്തിൽ ഇതിനെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഒരിക്കലും ഞങ്ങളുടെ പാരമ്പര്യത്തെ കൂലിപ്പണിയുടെ കൂട്ടത്തിൽ
പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ളത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ പൂർവികരായ ആൾക്കാർ ചെയ്തിട്ടുള്ള അനേകം ശില്പങ്ങൾ, അനേകം ക്ഷേത്രങ്ങൾ ഭാരതത്തിലും ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ഇന്തോനേഷ്യയിലും അതുപോലെ തായ്ലാൻഡിലും ഒക്കെ എന്തുമാത്രം ക്ഷേത്രങ്ങളും ശില്പങ്ങളുമാണുള്ളത്. അത്തരത്തിൽപ്പെട്ട കൗതുകകരമായ കലാപൂർണമായ കരിങ്കല്ലിലെ ശില്പങ്ങളിൽ ഞങ്ങൾ കൈവച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്.